നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് ദുബായിലാണ്. നിങ്ങൾക്ക് പുറയിൽ കാണാമെന്ന് വിചാരിക്കുന്നു ദുബായിലെ ട്രാഫിക്കും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി പേര് ദുബായിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, UAE വരാനായിട്ട്. അപ്പോൾ വിസയുടെ കാര്യങ്ങളൊക്കെ ഈയിടെയായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് വിസ. പലർക്കും കിട്ടുന്നില്ല. പല ഒത്തിരി അധികം റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, റൂൾസ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആ ഒരു സ്ഥിതിയിൽ ഈ ഒരു സമയത്ത് ഞാൻ എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ വിസ പ്രോസസ്സ് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദുബായിലോട്ട് വിസ കിട്ടാനായിട്ട് വലിയ പ്രയാസം വരത്തില്ല. അല്ലാതെ നമ്മൾ ഒരു പ്ലാൻഡായിട്ട് അല്ലാതെ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വിസയൊക്കെ റിജക്റ്റ് ആകാനും റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാതെ ഇരിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ട്രാവൽ സൈറ്റ് വഴി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ വിസയും ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചെയ്യാവുന്നൊരു കാര്യം. നമ്മൾ ചില ഏജൻസീസൊക്കെ നമ്മൾ അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ, ലോക്കലായിട്ടുള്ള ഏജൻസീസിൻ്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നങ്ങൾ ഇതുപോലെ പലരും നേരിടുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പ് ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരു സൈറ്റ് ആണല്ലോ മേക്ക് മൈ ട്രിപ്പ്. അപ്പോൾ അവർ നല്ല റെപ്യൂട്ടഡ് ആണ്. ഇത് ഒരു വിധത്തിലും സ്പോൺസേർഡും കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് എളുപ്പമായിട്ട് എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേക്ക് മൈ ട്രിപ്പിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് വിസയുടെ ഓപ്ഷൻ ഉണ്ട്. വിസയുടെ ഓപ്ഷനിൽ നമുക്ക് എത്ര ദിവസത്തെ വിസയാണ് വേണ്ടത്, 30 days 60 days ആ ഒരു സെലക്ട് ചെയ്യാവുന്നതാണ്. ചില സമയത്ത് 30 days മാത്രമേ അതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുള്ളൂ. ചില സമയത്ത് 60 days അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള നമ്മൾ വിസ എടുക്കുക. അപ്പം അവിടുന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് അവർ എംബസിയിലോട്ട് കറക്റ്റായിട്ട് ഇടുകയും, അപ്പം പിന്നെ അവർ ഒത്തിരി വളരെയധികം ആളുകൾ അവരുടെ ഏജൻസി വഴി, അതായത് മേക്ക് മൈ ട്രിപ്പിൻ്റെ ത്രൂ ദുബായ് വരുന്നത് കൊണ്ട് തന്നെ വളരെ റെപ്യൂട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വിസ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ എളുപ്പത്തിലാണ് എനിക്ക് വിസ കിട്ടിയത്. യാതൊരു വിധമായിട്ടുള്ള അധിക റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ വിസ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചെയ്ത സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസയും കിട്ടും. അതിനോടൊപ്പം തന്നെ മേക്ക് മൈ ട്രിപ്പിൻ്റെ ഫ്ലൈറ്റ് ചാർജസ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ഏറ്റവും ചീപ്പായിട്ടുള്ള ദിവസങ്ങൾ സെലക്ട് ചെയ്ത് അതനുസരിച്ച് ട്രാവൽ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ്. അങ്ങനെ ആദ്യം നമ്മൾ ഗൂഗിൾ പേജ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മേക്ക് മൈ ട്രിപ്പ് UAE വിസ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഇപ്പം ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആദ്യത്തെ ഇത് തന്നെ നമ്മൾ മേക്ക് മൈ ട്രിപ്പിൻ്റെ ആദ്യത്തെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ദുബായ് അല്ലെങ്കിൽ UAE വിസയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ സ്റ്റെപ്പ് 1 അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫിൽ യുവർ ബേസിക് ഡീറ്റെയിൽസ്. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവരാവശ്യപ്പെട്ടിരിക്കുന്നുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കംപ്ലീറ്റ് പേയ്മെൻറ്റ്, അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഓൺലൈൻ തന്നെ പേ ചെയ്യാവുന്നതാണ്. ഗെറ്റ് യുവർ വിസ ഇൻ യുവർ ഇമെയിൽ. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾക്കകം നമുക്ക് വിസ ഇമെയിലിൽ വരും. ആദ്യം തന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കളേർഡ് പാസ്പോർട്ട് കോപ്പി ഓഫ് ഫസ്റ്റ് പേജിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ കളേർഡ് ഫോട്ടോ കോപ്പി ഇതിനകത്ത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ പാസ്പോർട്ട് ബാക്കിലുള്ള പാസ്പോർട്ടിൻ്റെ ബാക്കിൻ്റെ ഫോട്ടോയും കളേർഡ് ഫോട്ടോ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫോട്ടോഗ്രാഫിൻ്റെ സൈസും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതായത് സൈസ് 45mm x 35mm. അതിനകത്ത് 80% ഫേസ് ഫോക്കസിലായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. വിത്ത് നോ പാറ്റേൺസോ ഷാഡോ ഒന്നും കാണാൻ പാടില്ല. നമ്മുടെ ടീത്ത് വിസിബിൾ ആകേണ്ട കാര്യമില്ല. ജസ്റ്റ് നോർമലായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ അധികം സ്മൈലോ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നോർമൽ ന്യൂട്രൽ എക്സ്പ്രഷനിൽ തന്നെ നമ്മൾ എടുക്കുക. ബോത്ത് ദ ഇയേഴ്സ് ഷുഡ് ബി ക്ലിയർലി വിസിബിൾ. രണ്ട് ചെവിയും ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. ഗ്ലാസും കാര്യങ്ങളും സ്പെക്ടക്കിൾസും ഒന്നും വെച്ചുകൊണ്ട് എടുക്കരുത്. പിന്നെ അങ്ങനെ ബ്ലർ ആവരുത്, നല്ല ക്ലിയർ ആയിരിക്കണം. എല്ലാം
നല്ല ക്ലിയർ ആയിട്ടുള്ള ഇതായിരിക്കണം. പിന്നെ ആവശ്യമുള്ളത് റിട്ടേൺ ടിക്കറ്റ്സ് ആണ്. ഫ്ലൈറ്റിൻ്റെ പിന്നെ റിട്ടേൺ ടിക്കറ്റ്സും നമ്മുടെ ഓൾറെഡി എടുത്തിരിക്കണം. പിന്നെ കയ്യിൽ പ്രൂഫ് ഓഫ് സ്റ്റേ വേണം. അതായത് നമുക്ക് പ്രൂഫ് ഓഫ് സ്റ്റേ booking.comലോ എവിടെയെങ്കിലും പോയി നമുക്ക് ഈ ക്യാൻസൽ ചെയ്യാവുന്ന ടൈപ്പുള്ള ബുക്കിങ്ങുകൾ കിട്ടും. അത് നമ്മൾ ബുക്ക് ചെയ്യുക ഇതിന് വേണ്ടി, വിസയ്ക്ക് വേണ്ടി. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം നമ്മുടെ ആരുടെയും ഫ്രണ്ട്സോ എവിടെ വേണമെങ്കിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം ഇവിടെ താഴെ നമുക്ക് ഫോം കാണാം. ആ ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അതിനകത്ത് നമ്മുടെ ഗിവൻ നെയിം, സർനെയിം, ഏജ്, ജെൻഡർ, അങ്ങനെ പല ഡീറ്റെയിൽസ്, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ട്രാവലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓരോന്നോരോന്ന് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകും തോറും നമുക്കതെല്ലാം ആ ഒരു ഫോം ഫില്ല് ചെയ്യാം. ആ ഫോം ഫില്ല് ചെയ്യുന്നത് കമ്പൽസറി ആണ്, മസ്റ്റാണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ അത് വിസ ഫോമാണ് നമ്മുടെ. അപ്പം അതിനുശേഷം നമ്മുടെ വിസ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വിസയാണ് എടുക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാവുന്നതാണ്. 30 days സിംഗിൾ എൻട്രി വിസ. അതാണെങ്കിൽ 6,900 സംതിങ് ആണ് ഇവിടെ കാണിക്കുന്നത്, 6,922. സോ അത് കഴിഞ്ഞ് 60 days സിംഗിൾ എൻട്രി വിസ ഉണ്ട്. 60 days സിംഗിൾ എൻട്രി വിസ വരുന്നത് 11,780 റുപ്പീസാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. പല സമയത്ത് ഇച്ചിരി ചേഞ്ച് ഒക്കെ വരാം, ചില സമയത്ത് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടാം. എൻ്റെ ഇതിൽ എനിക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു. 30 days ആണ് ഞാൻ എടുത്തത്. 30 days സിംഗിൾ എൻട്രി വിസ ആണ് എടുത്തത്. അത് 6,000 സംതിങ് ആയിരുന്നു. സോ അതിന് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടി. 6,500 അടിയിൽ താഴെ തന്നെയാണ് എനിക്ക് അത് ചിലവായിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം, നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പ് നമ്മുടെ ബിഹാഫിൽ UAE എംബസിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക്, കാരണം ഇവർ ഓൾറെഡി നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിതിൻ ഫ്യൂ ഡേയ്സ്, എനിക്കാണെങ്കിൽ ഒരു 2-3 ദിവസത്തിനകം തന്നെ ഇത് വിസ റെഡിയായി കിട്ടി. നിങ്ങളുടെ കേസിൽ ചിലപ്പം കുറച്ചുകൂടെ എടുക്കാവുന്നതാണ്. സോ എന്ത് വന്നാലും ഇതിനകത്ത് പറയുന്നത് വിസ പ്രോസസ്സിങ് ടേക്സ് 8 to 10 days. അപ്പോൾ 8 to 10 days വർക്കിംഗ് ഡേയ്സ് ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത്. മാക്സിമം അതിന് മുമ്പൊക്കെ 4-5 ദിവസം 3-4 ദിവസത്തിനാവും സെറ്റ് ആവാറുണ്ട്. സോ അതാണ് കാര്യങ്ങൾ. സോ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ മേക്ക് മൈ ട്രിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പൈസ ചിലവ് ആവുന്നില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളും അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ പാസ്പോർട്ടൊക്കെ ക്ലീൻ ആണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അവരുടെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ മതി. ഇപ്പോൾ പലരും റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെ ട്രൈ ചെയ്യുന്നു. ചിലരൊക്കെ പ്രൂഫ് ഓഫ് ഇവിടെ അക്കോമഡേഷൻ ഇല്ല, അക്കോമഡേഷൻ്റെ ഹോട്ടൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ബുക്കിംഗ് ചെയ്താലും മതി. ഹോസ്റ്റൽ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് അവരുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ക്യാൻസൽ ആവും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിനിപ്പോൾ ഇവിടെ ഹോസ്റ്റലോ ബുക്ക് ചെയ്തിട്ട് ഭയങ്കര ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ജസ്റ്റ് വിസയ്ക്ക് വേണ്ടി ഇത് ചെയ്താൽ മതി. booking.comൽ ക്യാൻസലബിൾ ആയിട്ടുള്ള പ്രീപേയ്മെന്റ് ചെയ്യണ്ടാത്ത പലവിധമായിട്ടുള്ള അക്കോമഡേഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് എന്നിട്ട് ബുക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള താല്പര്യമുള്ളിടത്ത് നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഈസി പരിപാടി. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈസി ആയിട്ട് കിട്ടുമെന്നുള്ളത്. എൻ്റെ കേസിൽ വളരെ ഈസി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ കൂടെ നമ്മൾ വരുമ്പോഴത്തേക്ക് അവരുടെ അധികം ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിസയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും മാക്സിമം ആൾക്കാർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ട് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വിസ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ വിസയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.